എഡ്വിൻ വൈബ്സിൻ്റെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സുഖവും സന്തോഷമൊക്കെ അല്ലേ? ക്രിസ്മസൊക്കെ കഴിഞ്ഞു, എല്ലാവരും ആഘോഷിച്ചു എന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ഇപ്പം ന്യൂ ഇയർ ഒക്കെ വരുമല്ലേ. അപ്പോൾ ന്യൂ ഇയറിന് നമുക്കൊരു പുതിയ ചിന്തകളും പുതിയ ഒരു ജീവിത രീതിയൊക്കെ വേണം കേട്ടോ. എല്ലാവരും അതിനൊക്കെ ഒന്ന് തയ്യാറെടുക്കണം. നമ്മൾ ഓരോ വർഷം കഴിയുമ്പോഴും നമ്മുടെ ഓരോ ഏജ് കൂടുകയെന്നൊക്കെ ഉള്ളത് ഓർക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു മാറ്റം തമ്മിൽ ഉണ്ടാകണേ. അപ്പോൾ എല്ലാവരും അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ ദേ എൻ്റെ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ ഒരു വൈകുന്നേരം കേട്ടോ ഇത്. അപ്പോൾ ഞാൻ ആ തെങ്ങയിൽ കിടക്കണം. കഴിഞ്ഞ വീഡിയോ ഒക്കെ കണ്ടവർക്കറിയാം, നമ്മുടെ തെങ്ങയിൽ കുറേ പയർ കിടക്കണ്ടായിരുന്നു. അതാണെങ്കിൽ ഉണങ്ങിയ കിടക്കണേ. അപ്പോൾ അതൊന്ന് ഗോവണി വെച്ച് കയറിയാൽ, തെങ്ങയിൽ ഓൾറെഡി കൊടിയുണ്ട്, കുരുമുളക് ഉണ്ടായി കിടക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഗോവണി വെച്ച് കയറിയാലാണ് അത് പറിക്കാൻ പറ്റുമായിരുന്നുള്ളൂ. അപ്പോൾ അത് പപ്പയാട്ടോ ഗോവണി പിടിച്ചുകൊണ്ടിരിക്കണേ. തന്നെ ആരും പിടിച്ചില്ലെങ്കിൽ ഗോവണി താഴേക്ക് ആടും. ഇച്ചിരി ഹൈറ്റ് ഉള്ളതുകൊണ്ട് ഞാൻ മതിലിൻ്റെ അപ്പുറത്തേക്ക് പോവുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് പപ്പ ഗോവണിയും പിടിച്ച് വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പപ്പയോട് ചോദിക്കുന്നുണ്ട്, പപ്പയുടെ കൈ തെന്നിപ്പോയാൽ ഞാൻ ഗോവണിയും കുത്തി തലയും കുത്തി ഒരു സൈഡിലേക്ക് വീഴും കേട്ടോ. അപ്പം നീ മിണ്ടാണ്ടിരിക്കണേന്നൊക്കെ എന്നോട് പറയണ്ട കേട്ടോ. ഇതൊക്കെയാണ് ഞങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണേ. അപ്പം ലെങ്ത്ത് കൂടുതലുള്ളതുകൊണ്ട് പയറിന് അത്യാവശ്യം ലെങ്ത്ത് ഉണ്ട്. അതുകൊണ്ട് ഈ ഗോവണിയുടെ ഇടയ്ക്ക് വരുമ്പോൾ അതിങ്ങനെ വലിച്ചെടുത്തിട്ട് വേണം, അതിൻ്റെ കടഭാഗത്തുനിന്ന് വേണമല്ലോ കട്ട് ചെയ്തെടുക്കാൻ. അപ്പോൾ ഇത്തിരി ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് കേട്ടോ. അതിൻ്റെ ഒരു സമയദൈർഘ്യം എടുക്കുന്നുണ്ട് ഞാനതിന് കേട്ടോ. അപ്പോൾ എൻ്റെ വിളവെടുപ്പ് കാണാൻ വേണ്ടി പൊന്നൂസുണ്ട്, എഡ്വിനുണ്ട്, ജുവാങ്കുട്ടൻ എല്ലാവരും ഉണ്ട്. അവർ ഭയങ്കര തമാശയൊക്കെ പറഞ്ഞ് ചിരിയും കളിയൊക്കെ കേട്ടോ. അപ്പം ഞാൻ ഒത്തിരി ചിരിപ്പിക്കല്ലേ കേട്ടോ എന്നെ ഇവിടെ. ഞാൻ ഈ മേളിൽ കയറി, ഒത്തിരി മേളിലൊന്നും അല്ല, എന്നാലും എനിക്ക് ഇങ്ങനെ കയറി നിൽക്കുമ്പോൾ എനിക്കൊരു പേടിയാണ്. ഒരു തല കറങ്ങണ മട്ടൊക്കെ എനിക്ക് തോന്നും. എന്നാലും ഞാനൊരു ധൈര്യം സംഭരിച്ച് കയറിയേക്കണേ കേട്ടോ. അങ്ങനെ ഞാൻ ആദ്യമേ പപ്പയോട് പറയുകയാണെങ്കിൽ പപ്പ എന്നെ സമ്മതിക്കില്ല. അതുകൊണ്ട് ഞാനത് മിണ്ടിയില്ല. അപ്പോൾ അതേ പയറൊക്കെ പറിച്ചുകൊണ്ടിരിക്കും കേട്ടോ. അപ്പം ഞങ്ങൾക്കൊരു പേരയ്ക്ക കിട്ടി, അതും കൂടെ ഞാൻ പറിച്ചെടുത്തിട്ടുണ്ട്. ഇതാണ്ടോ സൈഡിലിരിക്കുന്നുണ്ട് പേരയ്ക്കൊക്കെ. നമ്മുടെ ബഡ് പേരയുടെ പറിച്ചതാണ്. ഗോവണി ചാറ ചാരിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൊടിയൊക്കെ പോകും. നമുക്ക് അത്യാവശ്യം കുരുമുളകൊക്കെ കിട്ടണേ കേട്ടോ അതേന്ന്. അപ്പോൾ അതും കളയാൻ പറ്റില്ലല്ലോ. ഇലയ്ക്കും മുള്ളിനും കേട് വരാണ്ട് നമ്മൾ ഒരുമാതിരി എല്ലാം റെഡിയാക്കി എടുക്കണ്ടേ. അപ്പം ഞാൻ പറിക്കണേ എടുക്കാൻ വേണ്ടി നമ്മുടെ ജുവാങ്കുട്ടൻ എൻ്റെ താഴെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവനും ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, ഞാനും ഒന്ന് കയറിക്കോട്ടെ എന്നുള്ളത്. അപ്പോൾ അതിനൊന്നും സമ്മതിച്ചില്ല. എക്സാം ആയപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു എക്സാം കഴിയുമ്പോൾ നല്ല നല്ല വീഡിയോസൊക്കെ വരുമെന്ന്. പക്ഷേ എക്സാം കഴിഞ്ഞപ്പോൾ പിന്നെ അത്രയും കൂടെ സമയമില്ലാത്ത അവസ്ഥയിലേക്കാട്ടോ വന്നേക്കണേ. അപ്പം നമ്മുടെ വീഡിയോസിന് ചെറിയൊരു സപ്പോർട്ടൊക്കെ കുറവുണ്ടോ, വ്യൂസൊക്കെ ഇത്തിരി കുറഞ്ഞു വന്നോന്ന് എനിക്കൊരു സംശയമുണ്ട്. അപ്പം നിങ്ങൾ ഒട്ടും മടിക്കാണ്ട് തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇടുകയും ചെയ്യണം, കമൻസിലൂടെ അറിയിക്കുകയും ചെയ്യണം, ലൈക്കും ചെയ്യണം. ഇഷ്ടംമാതിരി വീഡിയോസ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്, അതൊന്നും എഡിറ്റ് ചെയ്യേണ്ട താമസമായിട്ടോ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്ന കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടെ ചെയ്യണം. നിങ്ങളുടെ കമൻസ് അറിയിക്കണം. എന്നാലല്ലേ നിങ്ങളുടെ വിശേഷങ്ങളും കാര്യങ്ങളും നിങ്ങളുടെ അഭിപ്രായങ്ങളും ഒക്കെ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അതനുസരിച്ച് നമുക്ക് വീഡിയോയും ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്കിതിൽ നിന്ന് ഇഷ്ടമാതിരി പയർ വിത്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഒത്തിരി ഉണ്ട്. എത്ര വേണമെങ്കിലും എന്തോ ഒരു സ്ഥലം വേണമെങ്കിലും നടന്നാൻ ഭാഗത്തിനുള്ള പയർ വിത്തൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഞാൻ പതിയെ ഓരോ സ്റ്റെപ്പ് ഓരോ ഇത് മേളിലേക്ക് കയറുന്നുണ്ട് കേട്ടോ. കയറുന്നതനുസരിച്ച് എൻ്റെ ചങ്കിനൊരു ഇടുപ്പൊക്കെ കൂടുണ്ട്. അത്ര വലിയ പൊക്കത്തിലൊന്നുമല്ല, എന്നാലും എനിക്കൊരു പേടിയുണ്ട്, അതുകൊണ്ടാണ്. അപ്പം നമുക്ക് പയർ വിത്തൊക്കെ ആവശ്യത്തിനായി ഇവിടെ നടാനും എനിക്ക് അവിടെ കുറേയൊക്കെ അങ്ങോട്ട് കൊണ്ടുപോകണം, അവിടെയൊക്കെ കുറേയൊക്കെ നടണം. നല്ലതല്ലേ നമുക്ക് ഇങ്ങനെയൊക്കെ പയറും അതും ഇതൊക്കെ നട്ടുപിടിപ്പിച്ചാലൊക്കെ. അപ്പോൾ അതിന് വേണ്ടിയിട്ടോ. അപ്പോൾ ഇങ്ങനെ കാണുമ്പോഴേ നിങ്ങൾക്ക് ഒരു പ്രചോദനമൊക്കെ നിങ്ങൾക്ക് നടാനൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ, ഇഷ്ടമുണ്ടെങ്കിൽ ഒരു കടയല്ല 2-3 കടയെങ്കിലും ഒക്കെ നിങ്ങളുടെ കുഞ്ഞടുക്കളത്തോട്ടത്തിലോ മിറ്റമൊക്കെ കുറവൊക്കെ ഉള്ളവരാണെങ്കിൽ തന്നെ ഇച്ച ചാക്കിലോ അങ്ങനെയൊക്കെ ഒന്ന് നടാൻ ശ്രദ്ധിക്കണം കേട്ടോ. ഇച്ച കരിയിലൊക്കെ വാരിയിട്ട് ഒക്കെ നട്ടാൽ, ഒരു കടയാണെങ്കിൽ ഇങ്ങനത്തെ വലിയ പയറാണേ. അപ്പോൾ ഇതൊക്കെ നട്ടാലുണ്ടല്ലോ നന്നായിട്ട് ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മുടെ തെങ്ങേ കിടന്ന പയറൊക്കെ പറിച്ചതേ ഇത്രയും കിട്ടിയിട്ടോ. വിത്തിനെടുക്കണം. എഡിന് നല്ലൊരു പണി കിട്ടിയിട്ടുണ്ട് കേട്ടോ. എഡിന് നമ്മുടെ റോക്കിനെ കുളിപ്പിക്കണം കേട്ടോ. ഇതന്നെ എഡിനെ ഭയങ്കര കൂലങ്കക്ഷമായിട്ട്. ഇത് എന്തിൻ്റെയാടാ? ഇതിൻ്റെ ആല ഇന്ന് ഇതൊക്കെ തിന്നിട്ടാലേ വന്നേക്കണേ. ആഹാ, ഇതെന്നാ പൊന്നു അതിന്റെ അടിയില? അതിന്റെ അടിയിൽ എന്നാ നീ പരിപാടി? ഇതിന്റെ വായിലിടണോ? എന്നാ ഇറങ്ങി പൊന്നൂസിന് ഇപ്പം ഇഷ്ടം ജുവാൻ്റെ കൂടെ കളിക്കണേ കേട്ടോ. അവൻ്റെ എന്തെങ്കിലും പൊന്നൂസ് എന്തെങ്കിലും അവിടെ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടോ ശരിക്കും, അങ്ങനെ അവനെ പറ്റിക്കും. അപ്പം ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ, ഈ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എല്ലാവർക്കും ബൈ ബൈ.